ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലാണ്. ഊട്ടിയിൽ ഒരു സ്ഥലത്താണ് വെച്ചാൽ ഞങ്ങൾ പോയെന്ന് കോടങ്ങനെ വരിക ഗൈസ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ നമ്മൾ ആ വീഡിയോ നല്ലോണം ഇതാക്കിയതിൽ നിങ്ങൾക്ക് ശരിക്കും കാണാം. ഇവിടെ ഒരു ചെറിയ തോണി, അതിലൊരാൾ നിൽക്കുന്ന പോലെയൊക്കെ കാണാൻ ഞങ്ങൾക്ക്. അത് തോണിയിൽ മീൻ പിടിക്കുന്ന ആളാണ് ഗൈസ്. നിങ്ങളാരെങ്കിലും കണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോട വരുന്നത് ഗൈസ്. അപ്പം എൻ്റെ തൊള്ളേന്ന് വരെ പുക വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആണ് ഗൈസ്. നല്ല നല്ല കോടാണ് അവിടെ. എൻ്റെ അമ്മയൊക്കെ അവിടെ തണുത്തിട്ടാണ് ഇങ്ങനെ നിൽക്കുക. ഫൈസാൻ ഉണ്ട് എൻ്റെ കൂടെ, കുറച്ച് കസിൻസും പിന്നെ എൻ്റെ കുടുംബത്തിലുള്ള കുറച്ച് ആൾക്കാരുമാണുള്ളത്. ഞങ്ങൾ നല്ല വ്യൂ ആണ് അവിടെ പോയാൽ, അടിപൊളി. വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോടങ്ങനെ വരിക. എൻ്റെ ബാക്കിലിപ്പോൾ അന്ന് എൻ്റെ മേമാണ്. എൻ്റെ അനിയ നല്ല ഉറക്കമായിരുന്നു അന്നേരം. ഞാൻ ചിരിച്ച് ഞങ്ങൾ നടക്കുമ്പോൾ ഐസ് വെള്ളം ഇങ്ങനെ കാൽമലേക്കാകുക, പുല്ലുമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഞാൻ വ്യൂ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ പറയുകയാണ് ഞാൻ. അപ്പം ഗൈസ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണിച്ചത്. അതിൻ്റെ അപ്പുറം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പുഴേൻ്റെ ആ ഭാഗം. നമ്മൾ ഇപ്പോൾ കോടങ്ങനെ വരിക, അവിടുന്ന് ഇങ്ങനെ റോഡുമ്മ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്ത് രസം അറിയോ കാണാൻ. സൂപ്പറാണ്. അവിടെ കുറേ ചെടിയുണ്ട്, പുല്ല്. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ കണ്ട് രസിച്ചുകൊണ്ട് കണ്ട കൂടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ കസിൻസ് കണ്ട് ഓലൊക്കെ ചിരിച്ച് ഞാൻ പറയുന്നത് കണ്ട് ചിരിച്ച്. അതാ ഫൈസാനാണിങ്ങനെ എന്തൊക്കെ പറയുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് ഓടി ആടുന്ന് കാണുക നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആടുന്ന് അപ്പുറത്തേക്ക് വീണ് പോവും. അപ്പോൾ ഞാൻ ആട്ടേക്ക് പോകാണ്ട് പിന്നെ ഞങ്ങളെ കാറിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ നേരത്തെ നിന്നോട്ട് തന്നെ പോയി നിന്ന്. അപ്പോൾ നല്ല രസമാണ്. അല്ലെങ്കിൽ വിചാരിക്കുക ഈ തണുപ്പത്ത് കോടയിൽ കൂടെ ഇങ്ങനെ ആൾ തോണിയിലിരുന്ന് ഞാൻ പോണ്. തോണിയല്ലത്, ഒരു ചെമ്പിൻ്റെ ഇതൊക്കെ അല്ലേ, വട്ടം എന്ന് പറഞ്ഞാൽ കോട്ട തിരിച്ച പോലെ. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി പോവുകയാണ് ഗൈസ്. അതാ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഞാനല്ല എൻ്റെ ബേബി ഗൈസ്. അവിടെ ക്യാരറ്റ് കൃഷി ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ഈ കാപ്പിപ്പൊടിയുടെ ഫാക്ടറി ഉണ്ട്, കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ആൾക്കാരിങ്ങനെ നിറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടാൽ ഈ പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കണ്ടിരിക്കണേ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നല്ല സൂര്യപ്രകാശമൊക്കെ കാറിലേക്ക് അടിച്ചിട്ടുണ്ട്. നല്ല മലയും നല്ല ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഉള്ള കൃഷി സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയാൽ വില കുറവിന് നമുക്ക് വെജിറ്റബിൾസ് കിട്ടും. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പോകുന്നതിൽ ഉള്ള വ്യൂസാണ് വ്യൂ. അപ്പോൾ ഞാൻ പിന്നെ അവിടെ തന്നെ വേറെ പോയതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ്. ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. സൺലൈറ്റ് കയറാൻ അടിച്ച്. അപ്പോൾ ഞാൻ ഗാർഡൻ ഗൈസ്, ഞങ്ങൾ ആ ഗാർഡനിലെത്തിയ അവിടെയുള്ള ഒരേ ചെടികളാണ്. പിന്നെ എൻ്റെ കസിന് പെയ്ക്കൂടെ പോയി. ഇത് മറ്റേ കൈമല കച്ചടിക്കുന്ന സാധനമാണ് തോന്നുന്നു. അവിടെ കുറേ അവിടെ എന്തൊക്കെ എഴുതി വെച്ചു, ഡ്രോൺ ടച്ച് ചെയ്തൊക്കെ എഴുതി വെച്ചിട്ട്. ചെമ്മല അങ്ങനൊന്നും ചെയ്യില്ല, നമ്മൾ ടച്ച് ചെയ്യും. പിന്നെ ഗൈസ്, ഒരു പൂവിൻ്റെ ഒരു കൂട്ടം സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ടാട്ടേ പോവാം. ഇത് പിന്നെ കുറേ ഇതെന്ത് ചെടിയൊക്കെ കേട്ടോ ഗൈസ്. അപ്പം എൻ്റെ അമ്മനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് പൂപ്പൽ പോലത്തെ വെള്ളത്തിൽ ഇത് ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്താടിരുന്നത്. അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കുകയാണ്. ഈ വീഡിയോയിൽ തന്നെ ഫോട്ടോ എടുക്കാനും നമുക്കിത് ഗൈസ് വെറൈറ്റി ചെടിയുണ്ട്. പക്ഷെ നമുക്ക് കണ്ടാൽ ഒരുപോലെ തോന്നും. എൻ്റെ കസിനാണ്, എൻ്റെ ഒന്നാമത്തെ കസിനാണ്. ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് ആദിൽ.
അപ്പം ഞാൻ ഫൈസാൻ ആടെ അച്ചത്തുണ്ട്. ഓൻ അതാ പോണ വയസ്സ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ബസ്. ഓലിങ്ങനെ തൊട്ടൊക്കെയൊക്കെ ഉണ്ട്. ഓല് കണ്ട ചീത്തറിയും. പിന്നെ അങ്ങനെ ഒരേ ചെടി പോലെ തോന്നും. അതാ ഞാൻ പോണക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ ആടുത്തെ ചെടിയൊക്കെ കണ്ട ഞങ്ങൾ തല ഇറങ്ങി വീണാവും. നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാനുള്ള ആഗ്രഹം തോന്നും. എന്നെ ഫോട്ടോ എടുക്കാൻ പോയിക്കുന്നപ്പോൾ പിന്നെ മാമൻ ഇതാണ്. അപ്പോൾ ഷെയ്ക്ക വരുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. കണ്ട് ഊതുന്ന് വാങ്ങി അവൾ കരയും. അവൾ 4 or 5 ഊതുന്ന് വാങ്ങിക്കുന്നത്. അവൾ തിരിച്ച് വാങ്ങിക്കുന്നത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന പപ്പാണ്. അവൾ പപ്പാന്ന് കേട്ടോ വിളിക്കുക. അപ്പോൾ ഫൈസാനും ഉണ്ട് ഇതിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ 3 കൂടി എടുത്ത് ചെറിയാനൊരു ഫോട്ടോ വെക്കാം. അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു പുല്ലൊക്കെ ഉള്ള ഞാനൊരു ഇവിടെ പോവുകയാണ്. ചെടി ഞാൻ ഫോട്ടോ എടുത്തുള്ളടത്തൊക്കെ ഒരേപോലത്തെ ചെടിയാണ്, പക്ഷേ കണ്ട ഒരേപോലെയാണ്. അതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോൾ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തന്നെ നടന്ന് പോവുക. നല്ല തണുപ്പൊക്കെ. എൻ്റെ മുടിയൊക്കെ പാറുന്നുണ്ട്. എനിക്കിപ്പോൾ കാറിനുള്ളിൽ കയറി ഉറങ്ങണം എന്ന്, അല്ലെ റിസോർട്ടിൽ പോകണം. ഇത്രയുള്ളൂ. ഞാനിപ്പോൾ നടന്ന് പോകുന്നത് കാണിച്ചത് ഉണ്ടോ? ഞാൻ പറയില്ലേ, ഞാനൊരു ഇതിൽ കൂടെ ഉരുണ്ട് ഒരു കുന്നിൻ്റെ പേരുന്ന് ഉരുണ്ട് പോയി. കുന്നൊന്നുമല്ല, ഈ പുല്ലൊക്കെ ഉള്ള സ്ഥലത്താണ്. അപ്പം കുറേ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ പോവുക. അപ്പോൾ അവിടെ കുറച്ച് ബീട്രൂട്ടും വഴുതനങ്ങനെയൊക്കെ ഒരു പോലത്തെ മോഡൽ ഷേപ്പ് സീറ്റ് വന്നിട്ട് ആട്ടേക്ക് ഞങ്ങൾ പോവുകയും. പക്ഷെ അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ പൂവിൻ്റെ സ്ഥലത്തേക്ക് എത്തി ഗൈസ്. ഞാൻ അവിടെ കണ്ടപ്പോൾ ഇതായിപ്പോയി. ഞങ്ങളവിടെയൊക്കെ വാങ്ങി വെച്ചൊക്കെ ഗൈസ്. ഈ ചെടിപ്രാന്തും പൂപ്രാന്തും ഉള്ളവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ ഫ്ലവർ ഗാർഡനും ഒക്കെ. അപ്പോൾ എൻ്റെ ഒപ്പം അവിടെ പോയപ്പോൾ ഓരോന്നും ഇങ്ങനെ എന്താ പറയുക സൂക്ഷിച്ച് നോക്കി. നമ്മളെ നാട്ടിലുള്ള സാധനങ്ങളാണോ അതാ ഞാൻ പറഞ്ഞ കുന്നുകൾ കണ്ടത് ഗൈസ്. പൂവിൻ്റെ കുന്ന. ഞങ്ങളവിടെ ഒരു ചൈനീസ് റോസ് ഉണ്ട്. അതവിടെ കണ്ടപ്പോൾ അയച്ച വെള്ള വാങ്ങണേ, ഗ്രീന് വാങ്ങണേ. ഇത് പല ടൈപ്പ് ഒരു താമര പോലത്തെ ഒരു പൂവാണ്, വെള്ളത്തിലൊക്കെ ഉണ്ട് അവിടെ. അപ്പം അയച്ച റോസൊക്കെ കണ്ടപ്പോൾ അപ്പം അറിയാം അയച്ച ഒന്നുകൂടി വാങ്ങണം ഗ്രീന്. അവിടുത്തെ പല പൂവ് കണ്ടപ്പോൾ ഇപ്പം 2 പൂവ് വാങ്ങി, ഒന്ന് വൈറ്റും ഒന്ന് ഗ്രീനും. പിന്നെ ഗൈസ് പൂവ് സീന ഞാൻ കാണിക്കുന്ന പൂവ് കണ്ടോ നിങ്ങൾ? എന്ത് രസമറിയോ? അതിമല്ല ഡോൺ ടച്ച് നോക്കി. എൻ്റെ അനിയനെ ഫോട്ടോ എടുക്കുക ഗൈസ്. അവിടെ പർപ്പിൾ പോവാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റൂല. ചിലവരൊക്കെ പോയി തോന്നിട്ട്. എൻ്റെ അനിയനെ പോകണം. അതിൻ്റെ ഉള്ളിലെത്തി ഗൈസ്. എൻ്റെ ദീദിയൊക്കെ ഉണ്ട് ഇവിടെ. ഐസ് ഈ പൂവുണ്ട്, അടിപൊളി പൂവാണ്. എൻ്റെ പേഴ്സ് വീട്ടിൽ കൊണ്ടുപോകട്ടെ. ഞങ്ങളോട് ചോദിക്കുക ഇതെന്താ ഒരു ചെടി ഗൈസ് കാണാൻ നല്ല രസമുണ്ട്. ഇതിൽ എന്തോ വെള്ള നൂല് പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് ഗൈസ്. എപ്പോൾ കാണിച്ചു തരാൻ പോണേ. ഞാൻ ഇതിൽ ജസ്റ്റ് ഒരു കൈ വെച്ചതാണ്. എൻ്റെ കൈ അത് കുത്തിപ്പോയി ഉള്ളിൽ കണ്ടോ. ഇത് കാക്ടസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ടോയ് ഇല്ലേ, ആ ടോയിൻ്റെയൊക്കെ ഇത് ഞാൻ വെറുതെ തൊട്ടായിരുന്നു. എൻ്റെ കൈമേൽ മുള്ള കുത്തി. ഞാൻ കാണിച്ചു തരുന്ന കുറേ പൂവുണ്ട്. ഗൈസ് ഈ പൂ കണ്ടു. എന്തായാലും എനിക്ക് കണ്ണ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇതുണ്ട് ബ്ലൂവും ഗ്രീനും, ഇതുണ്ട് വൈറ്റും പർപ്പിളും ഒക്കെ ആയിട്ട് മിക്സഡ് ആയിട്ടുള്ള കളർ പൂവൊക്കെയാണിത്. ഇത് നല്ല രസമുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഇതാണ് ഷെയ്ക്ക പൂവൊക്കെ പറിക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും ഒക്കെ പൂവ് പറിച്ചില്ല സമാധാനമാണ്. അപ്പോൾ ഒരു പിങ്ക് പൂവ് പറിച്ച്. അപ്പോൾ ആ ചേച്ചിനെ എല്ലാം കിട്ടുകയും ചെയ്യും. ചീത്ത.
അപ്പോൾ ഓളിങ്ങനെ നോക്കി ഫോട്ടോ എടുക്കാനൊന്നും നിന്നരൂല. ഓൾ നാല് ഊതുന്നൊക്കെ വാങ്ങിക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് തരുവച്ചു. ഇല്ല, ഇതെൻ്റെ ഊതുന്ന അറിയോള്. വേണ്ടോ ശരിക്കും പറിക്കാൻ നോക്കണ ഗൈസ്. ഇതാ പറയും പറിക്കല്ലേ. അപ്പോൾ ഇതൊരു കുന്ന് പോലത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ട് മടുത്ത് പോയിക്കുന്നത്. അവിടെ ഒരു വെള്ള തരം പൂവുണ്ട്. അതാ കണ്ടോ ആ റോസ്. അപ്പോൾ നീട്ടി കാണിക്കുന്നത് സൂം ചെയ്ത് കാണിക്കുന്നത്. അവിടെ പേര് കൊടുത്തത് ഗൈസ്. ഞങ്ങളങ്ങനെ പുറത്ത് ഇറങ്ങി. ഇവിടെ ഒരു തരം ചെടീൻ്റെ ആണ് ഞാൻ കാണിക്കുന്നത്. ചെടി കണ്ട ഗൈസ്. ഇങ്ങനെ ആട്ടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് കയറിപ്പോ ഗൈസ്. കുറേ ഗാർഡൻ ഉണ്ടായിരുന്നു. കണ്ട് ക്ഷീണിച്ച് പോയിക്കുന്നത്. അപ്പം ഇവിടെ കുറേ ചെടിയും ഫ്ലവറും ആണ് കൂടുതൽ കാണാനായിട്ടുള്ളത്. അപ്പം അമ്മനെ ചോദിക്കും ഈ പൂവിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ ആക്കിയാലോ, രസത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ. അപ്പം പറഞ്ഞു അപ്പോൾ നിനക്ക് കിട്ടുകയും ചെയ്യും. അപ്പം എൻ്റെ കസിന് മുമ്പ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച്
ഗൈസ് ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഗാർഡനിൽ നിന്ന് താഴോട്ട് അല്ല മേലോട്ട് കയറി. അപ്പം ഞങ്ങൾ സൂവിലേക്ക് പോകാമെന്നാണ് ഇനി വിചാരിച്ചത്. അപ്പം ഇവിടെ കണ്ട് മടുത്തോട്ട് കൊണ്ട് സൂവിലേക്ക് പോകാം, മൈസൂർ സൂവിലേക്ക്. പക്ഷെ മൈസൂരിൽ എത്തുന്നതിന് മുമ്പ് കുറേ കാണാനൊക്കെ ഉണ്ട്. ഞാൻ അടുത്ത് ഫോട്ടോ എടുക്കുക ഗൈസ്. ഇതെപ്പതായി ഷെയ്ഖ ഫൈസാന് എൻ്റെ അനിയന് അതാ വീട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സൂവിലെത്തി. ഞങ്ങളൊരു സ്ഥാനത്തിനെ കാണുകയാണ്. അപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എന്താ ഗൈസ് ഇത് ചീറ്റപ്പുലിയാന്ന് തോന്നുന്നു ഗൈസ്. എന്തോ ഒരു അല്ല സിംഹം ഗൈസ്. അന്നേരം ഞാൻ ഗൈസ് ഞങ്ങൾ റൂം വന്നുകൊണ്ട് ഫ്രഷായി ഞാനാണ് സൂവിൽ വന്നത്. അപ്പോൾ സൂവിൽ വന്നപ്പോൾ ഞാൻ ലയണിനെ കണ്ട്. ഫസ്റ്റ് തന്നെ കയറുമ്പോൾ തന്നെ കുറേ കിളിയാണ്. ആ ഭാഗങ്ങളൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഏതായാലും എടുക്കാം. അപ്പോൾ അതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയായിരുന്നു. ഫൈസാൻ ഇങ്ങനെ മുമ്പിൽ കിടന്ന് ഓന് കാണുന്നില്ല, എത്തുന്നില്ല. പിന്നെ ഓൻ ആട്ടേക്ക് പോയി കാണിച്ചു തരിക. എൻ്റെ അമ്മ ഒക്കെ മെല്ലെ കടന്ന് വരുന്നുണ്ട്. അതാ എൻ്റെ അമ്മ ഗൈസ്. അവിടെ കുറേ ബംഗാളികൾ ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഓലെ കാണാണ്ടായി. ഫസ്റ്റ് ഞാൻ എൻ്റെ മേമൻ്റെ അടുത്ത് കുത്തിരുന്നപ്പോൾ ഓലൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ ഫൈസാനെ കണ്ടപ്പോൾ ഓൻ്റെ ബാക്കിലോടിയപ്പോൾ ഓനെയും കാണുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഞങ്ങൾ ഈ കുത്തിരുന്നോടത്ത് പോയപ്പോൾ ആടെ മേമനെയും കാണില്ല. കുറേ തന്നെ ഒരു ബായിൻ്റെ ചോദിച്ചു എന്താ കരിയണത്. ഓൾക്ക് മലയാളം അറിയാം. അപ്പോൾ എന്താ കരിയണ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മനെ ഇപ്പം നീ കാണില്ല. അതുപോലെ തന്നെ ഏത് ഡ്രസ്സാട്ടെ അപ്പോൾ പർപ്പിൾ തന്നെ അതേപോലെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഈ സമാധാനമായി. അത് എൻഡിലേക്കായിരുന്നു. എനിക്ക് കുഴങ്ങി വെയിലടിച്ച് ഞാൻ മതിയായിക്കുന്നു.
ഗൈസ് കുറേ സാധനങ്ങൾ കണ്ടു. പിന്നെ ചിലയിടത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റൂല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആടെ നിന്ന് വീഡിയോ എടുത്തില്ല കുറേ സ്ഥലങ്ങളിൽ. അപ്പോൾ ഞാൻ എന്താ പറയുക അവിടെ നിന്ന് ഇങ്ങനെ നടിക്കുകയാണ്. സൂവിൽ തന്നെ ആണ് സംഭവം. അപ്പം എനിക്ക് ചൂടെടുക്കുക ഗൈസ്, നല്ല ചൂടെടുക്കണേ. അങ്ങനെയാണെങ്കിൽ ഗൈസ് പിന്നെ ഒരു കാര്യം, ഞാൻ അവിടെ പോയപ്പോൾ കാലാവസ്ഥ വേറെയാണ്, തണുപ്പും ചൂടൊക്കെ ഒരുമിച്ചുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ചുണ്ടും എൻ്റെ എല്ലും കൈമുള്ള എല്ലും കൂടി തോല് പൊളിയൊക്കെ ചെയ്ത് കൈയൊക്കെ എനിക്ക് തണുപ്പ് പറ്റൂല. അപ്പം എൻ്റെ ചുണ്ടൊക്കെ വീർക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലിപ് ബാമിൽ ഞാൻ ഉണ്ടായിരുന്നു, അത് ചുണ്ടുപെട്ട്. പക്ഷെ കൈയൊക്കെ വീർത്തിട്ട് എന്തോ ആയിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ തണുപ്പ് കൊണ്ടുകൊണ്ട് മുഖമൊക്കെ വെളുത്ത് പുട്ടിട്ട പോലെ ആയിരുന്നു ഗൈസ്. എൻ്റെ അനിയനൊക്കെ കണ്ടു
ഗൈസ് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാണ്ട് കുറച്ചുകൂടി എൻ്റെ എത്തിയാൽ ഐസ്ക്രീമിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആടുന്ന് ഐസ്ക്രീം ഞാൻ കുറച്ചുകൂടി നടന്ന എൻ്റെ അപ്പോൾ ഞാൻ ഐസ്ക്രീം നിന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറുമ്പോൾ കാറ്റ് കൊണ്ടപ്പോൾ തണുപ്പൊക്കെ ചെയ്യല്. ഞാൻ കുറച്ച് നേരം ഉറങ്ങിയപ്പോൾ കുറേ സാധനത്തിനൊക്കെ കണ്ടു വന്ന് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇനി ഞങ്ങൾ ഏതെങ്കിലും ചായപ്പീടി കണ്ടാൽ അവിടെ നിർത്തും ചായ കുടിക്കാൻ. അത് നല്ല വിശക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ എന്താ പറയുക റിസോർട്ട് നാട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചൊരു പീടിക കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇപ്പം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടാവും സമയം. വൈകുന്നേരം നല്ല വ്യൂ ആയിരുന്നു, കുറേ മരവും. അപ്പോൾ രാത്രിയായി, ചുരത്തിലാണ് ഞങ്ങളിപ്പോൾ. ഇപ്പം ഞങ്ങളിങ്ങനെ വരികയാണ്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമൊക്കെ ആയിരുന്നു. ചുരത്തിലാണിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവുക ഗൈസ്. എന്ത് തണുപ്പായിരുന്നു അറിയോ. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഊട്ടി പോയിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ കുറേ ഭാഗങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു പോയതും ഒക്കെ ഉണ്ട്. ഞാൻ ഉറങ്ങിയപ്പോൾ മാന്യമും ഒക്കെ കണ്ടു പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ക്ഷീണമാണ്, ഞങ്ങൾ ഉറങ്ങി. അപ്പോൾ ഈ ഭാഗമൊക്കെ എൻ്റെ അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ ഗാർഡൻ കണ്ട് മടുത്ത് പിന്നെ എനിക്ക് ടൂറുണ്ട് കേട്ടോ ഗൈസ്. അടുത്ത ആഴ്ച വയനാട്ടിലേക്കാണ്. വയനാട് വൈത്തിരി പാർക്ക്. ഫസ്റ്റ് ഞങ്ങൾ വയനാട് ഫോറസ്റ്റ് കയറി, വയനാട് ഫോറസ്റ്റിൽ, പിന്നെ വൈത്തിരി പാർക്കിൽ കയറി. പിന്നെ ഗൈസ് ഞാൻ 2 ദിവസം മുമ്പ് പോയ വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഒന്ന് ഒഴിവ് കിട്ടി. സ്കൂളിൽ പഠിക്കാനും പിന്നെ മദ്രസയിലെ പരീക്ഷയൊക്കെ അല്ലേ. അപ്പോൾ ഞാനിപ്പോഴാണ് എഡിറ്റ് ചെയ്ത് വോയിസ് റെക്കോർഡാക്കി പറയുന്നത്. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച 6 മണിക്ക് ശേഷം ടൂറാണ്. വയനാട് വൈത്തിരി പാർക്ക്, വയനാട് ഫോറസ്റ്റ്, പിന്നെ ഫോറസ്റ്റ്. അപ്പോൾ ഗൈസ് വയനാട് ഡാമിലും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോകുന്ന വീഡിയോ എന്തായാലും വരും ഗൈസ്. എനിക്ക് അത്രക്കും എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ബസ് വെച്ചാൽ ഞങ്ങൾ മിസ്സിനോടെല്ലാം ചോദിച്ചിരിക്കുന്നത്. പോകുന്ന ബസ് 3 ബസ് ഉണ്ടായിരുന്നു. ഒന്ന് മെഹന്തി, ഒന്ന് ദിവ്യ എന്ന് പറഞ്ഞ ബസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.